മിഥുൻ, ഈ അമ്മ ഒന്ന് തീരുമാനിച്ചതിൽ കാര്യങ്ങളുണ്ടാവുമെന്ന് അറിയില്ല നിനക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തിനെങ്ങനെ മടിച്ചു നിൽക്കുന്നേ? ഈ അമ്മയെ നിനക്കിപ്പോ വിലയില്ലാതായല്ലേ? അതുകൊണ്ടല്ല മോം, മേഘനയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടിട്ട് പോരെ ഇതൊക്കെ മോം? മേഘനയ്ക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് കേൾക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. ആദ്യം നീ ആ മോതിരം ഇട്ട് കൊടുക്ക്. എന്താ മേഘനെ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ എൻഗേജ്മെന്റ് നടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് സാക്ഷിയാവാൻ നിൽക്കുന്നത് എന്തിനാ? നിന്റെ മുറി പോയി അടച്ചിരുന്നൂടെ? ഇപ്പോഴത് മുടക്കാനുള്ള ശ്രമമാണോ? ഞാൻ സംസാരിക്കുന്നത് നിന്നോടാണ് മേഘനെ. ഒരു തവണ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ? നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ മേഘനെ. ആരെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തി വീർത്ത മുഖവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ? ആംബുലൻസ് വിളിക്കേ. മിഥുൻ, ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് അല്ലേടാ? മോം ഇപ്പൊ ചിന്തിക്കേണ്ടത് എൻഗേജ്മെന്റിനെ കുറിച്ചല്ല, എന്റെ മോമിനെ പറ്റിയാ. മിഥുൻ, ഒന്നും പറ്റില്ല മോം. ഡോക്ടർ, ഡോക്ടർ, എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? നമുക്ക് ചുറ്റും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാം ശുഭകരമായിട്ട് തന്നെ നടന്നേനെ. മന്ത്രം പോലെ ശാപവാക്കുകൾ മനസ്സിൽ ഉരുവിട്ടോണ്ടിരുന്നാൽ ഇങ്ങനെ നടക്കും. ഇതിൽ നിന്ന് ഒരിക്കലും മോചനം ഉണ്ടാവുകയില്ല. എന്താ നീ വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞേ. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ മഞ്ജരി? കാലെടുത്ത് വെച്ച് അന്ന് മുതൽ ഈ കുടുംബത്തെ ശപിക്കുന്നതല്ലേ? അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. നീ നിൽക്കുന്നിടത്ത് നരകമാ. ആർക്കും മനസമാധാനം കിട്ടില്ല, ആർക്കും ജീവിതം ഉണ്ടാവില്ല. മഞ്ജരി, വീണ് കിടക്കുന്ന ഒരാളിനെ ചവിട്ടി തടുത്താൻ എല്ലാവർക്കും എളുപ്പാ. കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിക്കരുത്. ആരെന്ത് മുതലെടുത്തുന്നാ? നീ കാരണം ഇന്ന് അരുണിമേച്ചി തലയ്ക്ക് വെളിവില്ലാതെ അകത്ത് കിടക്കുന്നത്. നീ മനസ്സിൽ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ? വെറുതെ എന്തിനാ ചെറിയമ്മ എന്നെ തന്നെ കുറ്റം പറയുന്നേ? ചെറിയമ്മ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നോ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ ദേഷ്യം എന്നോ എനിക്കറിയില്ല. പക്ഷെ അമ്മ താഴെ വീഴാൻ ഞാൻ ഒരിക്കലും ഒരു കാരണമായിട്ടില്ല. ചടപടയെന്ന് കേറി വന്ന സമയത്ത് തെന്നി വീണ് തല പൊട്ടിയതാ ചെറിയമ്മേ. അമ്മയ്ക്ക് പറ്റിയ ചെറിയൊരു തെറ്റ് അതും എന്റെ തലയിൽ വെക്കാൻ നോക്കുന്ന എന്തിനാ? ഞങ്ങള് കണ്ട കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. കാര്യങ്ങളെല്ലാം താറുമാറാക്കാൻ നിന്നാലാവുന്നതൊക്കെ നീ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാ ഇപ്പൊ ആന്റി വീണത്.
ഞങ്ങൾക്കറിയാം. എന്തൊരു കഷ്ടം ഇത്. മേഘനയ്ക്കൊന്നും ഇതിൽ ഒരു കയ്യുമില്ല. എന്നിട്ടും എല്ലാം തലയെ വെച്ചു കൊടുക്കാൻ എന്തിനാ ഇത്ര പാടുപെടുന്നേ? ജയദേവേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏത് നേരത്തും അവളെ സപ്പോർട്ട് ചെയ്തോണ്ട് വരുന്നതിന് പകരം അവള് ചെയ്യുന്ന തെറ്റുകളൊന്നും മനസ്സിലാക്കാൻ നോക്ക്. ജയദേവേട്ടൻ ഒരു കാര്യം പറഞ്ഞേ, മേഘനയ്ക്ക് എൻഗേജ്മെന്റ് നടക്കുന്നതിൽ താല്പര്യമില്ലല്ലോ. അതുറപ്പാണേ. അപ്പൊ പിന്നെ അവസാന നിമിഷം ഇതൊക്കെ മുടക്കാൻ അവള് കളിച്ച കളി തന്നെയാ ഇത്. എന്താടാ ഒന്നും പറ്റാത്തെന്ന് ഓർത്ത് നിൽക്കായിരുന്നു ഞാൻ. അവസാന നിമിഷം ചേച്ചിക്കിട്ട് തന്നെ അവള് താങ്ങി. ചെറിയമ്മ ഒന്നും നിർത്തുന്നുണ്ടോ? അകത്ത് മോമിന് വയ്യാതെ കിടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും പഴിചാരിയും ഇവിടെ ഒരു മനസമാധാനം തരില്ല എന്ന് വെച്ചാ ദയവ് ചെയ്ത് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ. വല്യമ്മയുടെ അവസ്ഥ എന്തായാവോ? ബോധം തെളിഞ്ഞോന്ന് പോലും അറിയില്ല. ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. എടാ വിവേകേ, നീ ഒന്ന് വല്യച്ഛനെ വിളിച്ച് നോക്കിക്കേടാ മോനെ. അവിടെ എന്തായെന്ന് അറിയാലോ. അരുണിമ കണ്ണ് തുറന്നോന്നെങ്കിലും ഒന്ന് ചോദിക്കേ. ഡോക്ടർ, ഇപ്പൊ മോമൻ എങ്ങനെയുണ്ട്? തലയ്ക്ക് ചെറിയൊരു പൊട്ടലുണ്ടായത് കൊണ്ടാ ബോധം കിട്ടു പോയത്. ഇപ്പൊ ആള് കണ്ണു തുറന്നിട്ടുണ്ട്. അകത്ത് ചെന്ന് വേണമെങ്കിൽ കണ്ടോളൂ. ഡോക്ടർ. മോം ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല തലവേദനയുണ്ടടാ. ഹലോ ഹലോ വലിച്ച, വല്യമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ എന്താ പറയുന്നേ? ഇപ്പൊ ഞാൻ സംസാരിച്ചേ ഉള്ളൂ മോനെ. അപകടമൊന്നുമില്ലെന്നാ പറയുന്നേ. തലയ്ക്ക് ചെറിയൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. വല്യമ്മയുടെ കാര്യം അറിയാതെ എല്ലാരും ഇവിടെ പേടിച്ച് നിൽക്കാണ് വലിച്ച. ശരി മോനെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വല്യമ്മ ഇപ്പൊ ഓക്കെയാ. നീ വെച്ചോ. ശരി വലിച്ച, വെച്ചോട്ടെ. എന്തായി? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. നീ ഇതിനിങ്ങോട്ട് വന്നേ മേഘനെ. ഇത്രയും ദ്രോഹിച്ചിട്ട് നിനക്ക് മതിയായില്ലേ? എന്നെ ഈ അവസ്ഥയെ കൊണ്ടിട്ടിട്ടും നിന്റെ ചോരക്കൊതി അടങ്ങിയില്ലേ? അമ്മ അതെന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? നീ ഒരു അക്ഷരം പോലും മിണ്ടരുത്. നിന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളെ ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നിലച്ചിരിക്കാതെ ഇവിടെ ഉണ്ടാവുന്ന? അതിന് ഞാൻ എന്താ ചെയ്തതമ്മേ? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു. അയ്യോടാ, ഒന്നും അറിയാത്ത പാവം കുഞ്ഞ്. നിന്റെ ഈ ഒടുക്കത്തെ അഭിനയം ഒന്ന് ആദ്യം നിർത്തറി. ഇതെന്തൊക്കെ നിങ്ങളെല്ലാരും പറയുന്നേ? അയ്യോ വേണ്ട മേഘനെ, ഇനി നിന്റെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്കാർക്കും ഇവിടെ താല്പര്യമില്ല. മേഘനെ, ദയവ് ചെയ്ത് എന്റെ കൺമുമ്പിൽ നിന്നൊന്നും മാറിത്തരാൻ പറ്റുമോ? കുറച്ചു നേരത്തേക്കെങ്കിലും ഞാനൊരൽപ്പം സമാധാനത്തോടെ കിടന്നോട്ടെ. അരുണിമേ, ഈ സമയത്തെങ്കിലും മനസ്സിൽ ദേഷ്യവും വിദ്വേഷവും ഒക്കെ വെച്ചോണ്ട് നടക്കല്ലേ. നിനക്ക് വേണ്ടത് വിശ്രമ. കുറച്ചു നേരം കണ്ണടച്ച് കിടന്നുറങ്ങ്. മോളെ മേഘനെ, മോളിങ് വന്നേ. മിഥുൻ, ആ ഡോക്ടറോട് പെട്ടെന്നൊന്ന് വരാൻ പറ. ഇന്ന് എന്തു വന്നാലും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങണം. പ്ലീസ് മോം, ആദ്യം മോം ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ, അതിനുശേഷം പോയാ പോരെ? അതുകൊണ്ടല്ല മിഥുൻ, മുടങ്ങിപ്പോയ നിങ്ങളുടെ നിശ്ചയം എനിക്ക് ഇന്ന് തന്നെ നടത്തണം. ചെന്ന് വിളിച്ചിട്ട് വാടാ. ഒന്ന് ചെല്ലും മോനെ, പ്ലീസ്. ശരി. ഭഗവാനെ, അരുണിമേ, നീ പറഞ്ഞു കേട്ടപ്പോഴാ
എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ടാതിരെ. ഞാനൊരു കാര്യം തീരുമാനിച്ച പിന്നെ മരണം വരാതെന്ന് പിന്മാറില്ലെന്നറിയാലോ. ആരൊക്കെ എത്ര വട്ടം തടസ്സം നിന്നാലും എന്തൊക്കെ മുടക്കങ്ങൾ സൃഷ്ടിച്ചാലും ഞാൻ വിചാരിച്ചത് നടത്തിയിരിക്കും. ഡോക്ടർ, ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ പോയിക്കോളൂ. പക്ഷെ ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് മതി. ഒബ്സർവേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അതിനുശേഷം മാത്രമേ വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. ഇനിയും 2 മണിക്കൂറോ? അതെ മാഡം, വേറെ വഴിയില്ല. മോം, വെറും 2 മണിക്കൂറല്ലേ, അത് കഴിഞ്ഞിട്ട് പോവാം. കുഴപ്പമില്ല. ആന്റി പിടിച്ച പിടിയിൽ തന്നെ നിൽക്കുകയാണല്ലോ, അത് മതി എനിക്ക്. അല്ലെങ്കിൽ തന്നെ ഇത് ഇനിയും പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെയും ഇവിടം വരെ കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞത് കൊച്ചു കാര്യമല്ല. ഡോണ്ട് വറി മഞ്ജരി. അരുണിമേച്ചിയുടെ ഈഗോ വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ എല്ലാം നടന്നോളും. ഇനി നമുക്ക് സമാധാനായിട്ടിരിക്കാം. ദേ അച്ഛമ്മേ, വല്യമ്മ വരുന്നുണ്ട്. അരുണിമേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ, ചെറിയൊരു മുറിവേ ഉള്ളൂ. അരുണിമാമേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? വലിയ കുഴപ്പമില്ല തിരുമേനി. എന്നാ പിന്നെ നിശ്ചയം മറ്റൊരു തീയതിയിലേക്ക് മാറ്റാം. അരുണിമയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ദുശകനങ്ങൾക്കിടയിലൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു മംഗളകർമ്മം? മറ്റൊരു നല്ല ദിവസം നോക്കി നടത്താം. അത് ശരിയാ, വലിയ പറഞ്ഞത് തന്നെ ശരി. വിവേക്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അരുണിമേച്ചി മാത്രമാണ്. അതാരും മറക്കണ്ട. നിങ്ങളുടെ ആരുടെയും അഭിപ്രായം ചേച്ചി ചോദിച്ചിട്ടുമില്ല. ചേച്ചി തന്നെ പറയും. ഇത്രയും ദൂരം എല്ലാം ഒരുക്കിയിട്ട് ഇപ്പൊ അത് മാറ്റിവെക്കുന്നത് ശരിയാണോ? മാത്രമല്ല, ഇതിനു മുമ്പൊരിക്കലും ഇതുപോലെ മുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോഴും അത് തന്നെ സംഭവിച്ച മഞ്ജരിയെ അത് മാനസികമായി വല്ലാണ്ട് വേദനിപ്പിക്കുകയും ചെയ്യും. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലല്ലേ. ശരിയാണ് അരുണിമേ, ഇതുവരെ എത്തിച്ചിട്ട് പകുതിക്ക് വെച്ച് നമ്മൾ എന്തിനു നിർത്തണം? മനസ്സിനൊരു സമാധാനക്കേട്. ഇതിപ്പോ 2ാമത്തെ തവണയായി. വീണ്ടും വീണ്ടും മുഹൂർത്തം കുറിച്ച് മാറ്റി വെക്കുന്ന തന്നെ ഒരു അപശകുനമല്ലേ. നല്ലതോ ചീത്തയോ തുടങ്ങി വെച്ചു, ഇനി അതങ്ങ് പൂർണ്ണമാക്കാം. എന്തു പറയുന്നു അരുണിമേ? ശരിയാ തിരുമേനി, എന്റെ പേരിൽ ഈ നിശ്ചയം മുടക്കേണ്ട കാര്യമില്ല. എനിക്കുണ്ടായ ഒരു ചെറിയ മുറിവിന്റെ പേരിൽ ഒരു മംഗളകർമ്മം എന്തിനാ മാറ്റിവെക്കുന്നത്? ഇത് നമുക്ക് നടത്താം. എന്തു വന്നാൽ ഇവരുടെ 2 പേരുടെ എൻഗേജ്മെന്റ് ഇന്ന് തന്നെ നടത്തണം. മുഹൂർത്തം ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അരുണിമാമേ, ഇന്ന് രാത്രി 7 മണിക്ക് ദിവ്യമായ ഒരു മുഹൂർത്തമുണ്ട്. അത് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കല്ലേ? അത് തന്നെ ഉറപ്പിച്ചോളൂ തിരുമേനി. ആയിക്കോട്ടെ അരുണിമാമേ. മിഥുൻ, എന്ത് വന്നാൽ ഈ എൻഗേജ്മെന്റ് മുടങ്ങാൻ പാടില്ല.
ചേച്ചിക്ക് ഇനി മനസ്സിലായില്ലേ? ഇവരാരും ഒരിക്കലും നന്നാവില്ലെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഇവർക്കാവില്ല. പക്ഷെ സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ മേൽ ചുമത്തി തരും. എന്നാലോ അവരെ തെറ്റിയെന്നുള്ളത് ഒരിക്കലും തിരിച്ചറിയയില്ല. ഇങ്ങനൊരു കുടുംബത്തിലേക്കാണല്ലോ ചേച്ചി കയറി വന്നത്. ഇനി എവിടുന്ന് ചേച്ചിക്ക് ന്യായം കിട്ടുമെന്നോ ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്നോ എനിക്ക് വിശ്വാസം ഇല്ല ചേച്ചി. എക്സ്ക്യൂസ് മീ. എന്താ മേഘനെ, നിന്റെ പ്രവൃത്തികൾ ഒന്നും ഫലം കാണുന്നില്ലെന്നായപ്പോ നെഞ്ചത്ത് കനൽ വാരിയിട്ട പോലെ ഉണ്ടല്ലേ? നിനക്കിതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നതല്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്കി മാറി നടക്ക്. ഇത്രയും കാലവും നീ ഞാൻ ഒരുക്കുന്ന ഓരോ പ്ലാനിലും ഇടങ്കോലിട്ട് അവസാന നിമിഷം അത് നശിപ്പിക്കും. പക്ഷെ ഇപ്രാവശ്യം എന്തു പറ്റി? ആയുധം വെച്ച് കീഴടങ്ങിയ മട്ടാണല്ലോ. ഇന്ന് വരെ നിന്നെ കടാക്ഷിച്ച ഭാഗ്യം ഇന്ന് പാതാളത്തിലേക്ക് പതിച്ചിരിക്കുകയാണല്ലോ. ഇന്നിപ്പോ എന്റെ ഭാഗ്യം അങ്ങ് ആകാശം മുട്ട് ഉയരുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടല്ലേ നീ ഇന്നത്തെ ചടങ്ങുകളൊക്കെ കൊളമാക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എല്ലാം പരാജയപ്പെട്ടത്. മഞ്ജരിയും മിഥുനും ഒന്നിച്ചുള്ള ഞങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കൈകടത്താൻ ഇനി നിനക്കാവില്ലെന്നുള്ള സത്യം മനസ്സിലാക്കി ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അണ്ടർസ്റ്റാൻഡ്? വീണ് കിടക്കുന്നവനെ ചവിട്ടി താഴ്ത്താൻ എപ്പോഴും എളുപ്പമാണ് മഞ്ജരി. പക്ഷെ നിന്റെ പ്രവൃത്തികൾക്കുള്ള ഫലം നിന്നെ തേടി വരും. നിനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അത് നിന്നെ തകർക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ പരീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാതെ അഹങ്കാരവും തണ്ടും കാണിക്കാനുള്ള അവസരമാണിതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നിന്റേതാണ് തെറ്റ്. ഇതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് മഞ്ജരി. ശാശ്വതമായ പരാജയം ഏറ്റുവാങ്ങാൻ മനസ്സിനെ തയ്യാറാക്കിക്കോ. നിന്റെ ചേച്ചിക്ക് തോക്കൂന്നായപ്പോ തലയ്ക്ക് വെളിവില്ലാണ്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നേ? ഇതൊക്കെ മനുഷ്യന് സാധാരണ സംഭവിക്കാറുള്ളത് തന്നെയാ. പിടിവിട്ടു പോകുമ്പോ പറയുന്ന ഭ്രാന്തൻ വാക്കുകൾ. അവള് പറഞ്ഞതിലൊക്കെ വല്ല അർത്ഥമുണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്ത് മനസ്സിലാക്കി കൊടുക്കാൻ? എന്റെ ചേച്ചി പറഞ്ഞത് നിനക്ക് മനസ്സിലാവാത്തത്. അത്രയ്ക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഓഹോ, എനിക്ക് മനസ്സിലാവാത്ത എന്താ അവൾ ആ വാക്കിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? എല്ലാവരുടെ മുമ്പിൽ നീ ഒരു കൺകെട്ട വിദ്യ നടത്തി സാഹചര്യങ്ങളെ നീ അനുകൂലമാക്കി എടുത്തിരിക്കുകയാണ്. ഒരു നുണയുടെ കരിമ്പട എല്ലാവരുടെയും കണ്ണുകളിൽ കെട്ടി നീ മോഹിച്ചത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവിടം വരെ എത്താൻ നീ പറഞ്ഞ നുണകളും ആസൂത്രണം ചെയ്ത കുതന്ത്രങ്ങളും ഒരു നാൾ പുറത്തു വരും. അന്ന് നിനക്ക് രക്ഷയുണ്ടാവില്ല. ഈ അഹങ്കാരവും കെട്ടടങ്ങും. ഇന്ന് നിന്നോട് സ്നേഹം കാണിക്കുന്നവരെല്ലാം അന്ന് നിന്നോട് അറപ്പും വെറുപ്പും കാണിക്കും. ഇന്ന് ഉച്ചയ്ക്കേറ്റി വെച്ചിരിക്കുന്നവര് നാളെ ഒരു നാൾ നിന്നെ 10 താഴേക്കിടും. അങ്ങനെ ഒരു നാൾ ഉണ്ടാവാൻ ഇനി ഒത്തിരി കാലം വേണ്ടി വരില്ല. എന്ത് നാടി, നാവിന് നീളം കൂടുന്നല്ലോ. പത്രക്കാർക്ക് വേണ്ടാത്ത ന്യൂസ് കൊടുത്തത് നീയാണെന്ന് ഈ വീട്ടിലുള്ളവർ അറിയുന്ന നിമിഷം ചേച്ചിയോടൊപ്പം നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താവും.